ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിക്ടേഴ്സ് ഇംഗ്ലീഷിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് പാഠഭാഗത്തിൻ്റെ മീനിങ്സ് കൂടെ നോക്കാം. 3 ബട്ടർഫ്ലൈസ് എന്നുള്ള ഭാഗത്തിലെ സീക്കിംഗ് ഷെൽട്ടർ എന്നുള്ള പാരഗ്രാഫാണ് ഇന്ന് ഞാൻ വിവരിക്കുന്നത്. നമുക്കറിയാം, 3 ബട്ടർഫ്ലൈസ് വളരെ സന്തോഷത്തോടു കൂടി ഗാർഡനിൽ ഇങ്ങനെ കളിക്കുകയായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് മഴ പെയ്തു. അങ്ങനെ അവർ ഒരു അഭയസ്ഥാനം അന്വേഷിച്ച് നടക്കുകയാണ്. സീക്കിംഗ് ഷെൽട്ടർ, അഭയസ്ഥാനം അന്വേഷിക്കുന്നു. സൺഫ്ലവർ ഒരു സൺഫ്ലവറിനെ ഗാർഡനിൽ കാണുന്നു. സൺഫ്ലവറിനടുത്തേക്ക് ചെന്ന് ഈ 3 ബട്ടർഫ്ലൈസും ചോദിക്കുകയാണ്, സൺഫ്ലവർ ഇറ്റ്സ് റെയിനിങ് ഹെവിലി, വളരെ ശക്തിയായി മഴ പെയ്യുന്നു. ഷോൾ വി സ്റ്റേ ഹിയർ, ഞങ്ങളിവിടെ താമസിച്ചോട്ടെ. ടിൽ ദ റെയിൻ ഈസ് ഓവർ, മഴ അവസാനിക്കുന്നത് വരെ. ആസ്ക്ഡ് ദ ബട്ടർഫ്ലൈസ് സൺഫ്ലവറിനോട് ചോദിച്ചു. ദ സൺഫ്ലവർ സെഡ്, സൺഫ്ലവർ അവരോട് മറുപടി പറഞ്ഞു, മൈ ഫേവറേറ്റ് ഫെലോസ് ദ റെഡ് ആൻഡ് ദ യെല്ലോ വൺസ്, എനിക്ക് ഇഷ്ടമുള്ള ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് റെഡ് കളറും യെല്ലോ കളറുമുള്ള ബട്ടർഫ്ലൈസ് ആണ്. യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ടിൽ ഇറ്റ് സ്റ്റോപ്സ് റൈനിങ്, മഴ അവസാനിക്കുന്നത് വരെ. ബട്ട് ഐ കാൻറ്റ് ലെറ്റ് ഇൻ ഹിയർ ദ വൈറ്റ് വൺ, പക്ഷേ വൈറ്റ് ബട്ടർഫ്ലൈയെ ഇവിടെ സ്റ്റേ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ദ യെല്ലോ ആൻഡ് ദ റെഡ് ബട്ടർഫ്ലൈസ് റിപ്ലൈഡ്, ഇത് കേട്ടപ്പോൾ യെല്ലോ കളറും റെഡ് കളറും ബട്ടർഫ്ലൈസ് സൺഫ്ലവറിനോട് മറുപടി പറഞ്ഞു, നോ ഡിയർ, വേണ്ട. വി വോണ്ട് സ്റ്റേ ഹിയർ, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല. സെൻഡിങ് എവേ അവർ ഫ്രണ്ട് ഇൻ ഡിസ്മേ, ഞങ്ങളുടെ ഫ്രണ്ടായ, അതായത് വൈറ്റ് ബട്ടർഫ്ലൈയെ ഇവിടെ ഡിസ്മേ എന്ന് പറയുമ്പോൾ ട്രബിൾ, ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഞങ്ങളിവിടെ താമസിക്കാൻ വിചാരിക്കുന്നില്ല, ഞങ്ങൾക്കിവിടെ താമസിക്കേണ്ടതില്ല. ദ റെയിൻ കെയിം ഡൗൺ ലൈക്ക് പെബിൾസ് ഓൺ ദ ബട്ടർഫ്ലൈസ്, ആ സമയം തന്നെ മഴ വലിയ വലിയ കല്ല് പോലെ, പെബിൾസ് എന്ന് പറഞ്ഞാൽ കല്ലുകൾ, വലിയ തുള്ളികളായിട്ട് ഈ ബട്ടർഫ്ലൈസിൻ്റെ മേലെ ഇങ്ങനെ വീഴുകയാണ്. ഇനി അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി പഠിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ള വർക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ദ ബട്ടർഫ്ലൈസ്, ഈ ബട്ടർഫ്ലൈസ് എന്തോ ഒന്നോ സൺഫ്ലവറിനോട് ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും? ബട്ടർഫ്ലൈസ് സൺഫ്ലവറിൻ്റെ പേര് വിളിക്കും അല്ലേ? സൺഫ്ലവർ. ആ സമയത്ത് സൺഫ്ലവർ എന്താ പറയുക? ദ സൺഫ്ലവർ, യെസ് ബട്ടർഫ്ലൈസ് ടെൽ മീ, യെസ് പൂമ്പാറ്റുകളെ പറയൂ. ആ സമയത്ത് ബട്ടർഫ്ലൈസ് സൺഫ്ലവറിനോട് എന്താണ് പറയുക? ദ ബട്ടർഫ്ലൈസ്, അപ്പോൾ ബട്ടർഫ്ലൈസ് പറയുന്നു, ഇറ്റ് ഈസ് വെരി ഹെവി റെയിൻ ഇൻ ദ ഗാർഡൻ, വി കാൻറ്റ് ഫ്ലൈ, വളരെ ശക്തമായ മഴയാണ് ഗാർഡനിലുള്ളത്, ഞങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നില്ല. അത് കേട്ടപ്പോൾ സൺഫ്ലവർ ചോദിക്കുകയാണ്, ദ സൺഫ്ലവർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ആ സമയത്ത് ദ ബട്ടർഫ്ലൈസ് പറയാണ്, ഷോൾ വി സ്റ്റേ അണ്ടർ യു ടിൽ ദ റെയിൻ ഈസ് ഓവർ, മഴ അവസാനിക്കുന്നത് വരെ നിന്റെ താഴെ ഞങ്ങൾ നിന്നോട്ടെ. ആ സമയത്ത് സൺഫ്ലവർ എന്താ പറയുന്നത്? ദ യെല്ലോ ആൻഡ് ദ റെഡ് ആർ മൈ ഫേവറേറ്റ് വൺ, യെല്ലോ കളർ ബട്ടർഫ്ലൈയും റെഡ് കളർ ബട്ടർഫ്ലൈയും എൻ്റെ ഫേവറേറ്റ് ആണ്. ദ റെഡ് ആൻഡ് യെല്ലോ ബട്ടർഫ്ലൈ. ആ സമയത്ത് റെഡ് കളറും യെല്ലോ കളർ ബട്ടർഫ്ലൈയും പറയാണ്, അവർ ഫ്രണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ ഈസ് ഓൾസോ വിത്ത് us, ഞങ്ങളുടെ ഫ്രണ്ട് വൈറ്റ് ബട്ടർഫ്ലൈയും ഞങ്ങളുടെ കൂടെയുണ്ട്. ആ സമയത്ത് ദ സൺഫ്ലവർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യു ക്യാൻ സ്റ്റേ ഹിയർ ബട്ട് ഐ വോണ്ട് ഗീവ് ഷെൽട്ടർ ടു ദ വൈറ്റ് വൺ, നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ നിൽക്കാം, പക്ഷേ വൈറ്റ് ബട്ടർഫ്ലൈക്ക് ഞാൻ ഷെൽട്ടർ നൽകില്ല. സമയത്ത് ദ 2 ബട്ടർഫ്ലൈസ്, 2 ബട്ടർഫ്ലൈസും പറയുകയാണ്, റെഡ് കളറും യെല്ലോ കളറും പറയാണ്, നോ ഡിയർ, വേണ്ട ഡിയർ, വി ക്യാൻ സ്റ്റേ ഹിയർ, എന്നാൽ ഞങ്ങൾക്കിവിടെ താമസിക്കേണ്ട. ആ സമയത്ത് സൺഫ്ലവർ ബട്ടർഫ്ലൈസിനോട് ചോദിക്കുകയാണ്, വൈ ക്യാൻറ്റ് യു 2 സ്റ്റേ ഹിയർ, എന്താ നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ താമസിച്ചാൽ? വി ഡോണ്ട് വാണ്ട് ഷെൽട്ടർ അണ്ടർ യു ബിക്കോസ്, കാരണം എന്താ? വി ആർ നോട്ട് റെഡി ടു ഗെറ്റ് അവേ അവർ വൈറ്റ് ബട്ടർഫ്ലൈ, ഞങ്ങളുടെ വൈറ്റ് ബട്ടർഫ്ലൈയെ ഒഴിവാക്കാൻ ഞങ്ങൾ റെഡിയല്ല എന്ന് സൺഫ്ലവറിനോട് മറുപടി പറഞ്ഞു. കോൺവെർസേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇതിൻ്റെയൊക്കെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.